വരന്തരപ്പിള്ളിയിൽ ഇടതുമുന്നണിയിൽ ആഭ്യന്തര കലാപം. LDF കൺവെൻഷനിൽ നിന്ന് CPI വിട്ടുനിന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള കൺവെൻഷൻ ബഹിഷ്കരിച്ച CPI വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റി വരന്തരപ്പിള്ളിയിൽ കൺവെൻഷൻ നടത്തുകയായിരുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ധാരണപ്രകാരമുള്ള ഉറപ്പ് CPM പാലിച്ചില്ലെന്നാണ് CPIയുടെ ആരോപണം. നേരത്തെയുള്ള ധാരണപ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം CPMനും വൈസ് പ്രസിഡന്റ് സ്ഥാനം CPIക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി കേരള കോൺഗ്രസിനുമായിരുന്നു. 3 വർഷത്തിന് ശേഷം CPIക്ക് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളും CPMന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും നൽകാമെന്നായിരുന്നു ധാരണ. എന്നാൽ CPMലെ അജിത സുധാകരൻ മാറി. CPIയിലെ കലാപ്രിയ സുരേഷ് പ്രസിഡന്റും CPIയിലെ MB ജലാലിനു പകരം CPMലെ TG അശോകൻ വൈസ് പ്രസിഡന്റുമായിട്ടും കേരള കോൺഗ്രസിലെ റോസിലി തോമസ് സ്ഥാനമൊഴിയാൻ തയ്യാറായിട്ടില്ല. ഇതിന് CPMന്റെ മൗനാനുവാദമുണ്ടെന്നാണ് CPIയുടെ ആരോപണം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കേണ്ടത് സംബന്ധിച്ച് CPI നേതൃത്വം വരന്തരപ്പിള്ളി LDF കൺവീനർക്ക് കത്തു നൽകിയിരുന്നു. എന്നാൽ നടപടി ഉണ്ടാകാതിരുന്നതോടെ മുന്നണി പരിപാടികളിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് CPI തീരുമാനിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കൺവെൻഷൻ ബഹിഷ്കരണം. കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന LDF പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി യോഗത്തിലും LDF കൺവെൻഷൻ്റെ ആലോചനാ യോഗത്തിലും CPI പങ്കെടുത്തിട്ടില്ല. നേരത്തെ മുന്നണി മര്യാദയുടെ പേരിൽ CPI മത്സരിച്ചിരുന്ന ഇഞ്ചക്കുണ്ട് വാർഡ് കേരള കോൺഗ്രസിന് വിട്ടു നൽകിയതാണെന്നും തെരഞ്ഞെടുപ്പ് ധാരണകൾ പാലിക്കാത്ത പക്ഷം ബഹിഷ്കരണം തുടരുമെന്നുമാണ് CPI വരന്തരപ്പിള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നിലപാട്. എന്നാൽ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ CPI പാലപ്പിള്ളി ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ LDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ LDF കൺവെൻഷൻ ബഹിഷ്കരിച്ച് CPI സമാന്തരമായി കൺവെൻഷൻ നടത്തിയതായും CPIക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും LDF കൺവീനർ KJ ഡിക്സൺ അറിയിച്ചു.